ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും മറ്റൊരു റമദാൻ സ്പെഷ്യൽ വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്താണെന്നറിയാമോ? നിങ്ങളുടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് പാലും പഴവും എന്നാണ് ഈ വിഭവത്തിന് പറയുന്നത്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റമദാൻ സ്പെഷ്യലാണ്. ചില നാടുകളിൽ അല്ലെങ്കിൽ ചില വീടുകളിൽ ചില കുടുംബങ്ങളിലൊക്കെ ഇത് വളരെ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൽ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും കൂടി മിക്സ് ചെയ്ത് വെച്ച തേങ്ങാപ്പാൽ, പിന്നെ അതുപോലെ കുറച്ച് ശർക്കര, ഒരു 1/2 കിലോ ശർക്കര ഇങ്ങനെ ചീകിയെടുത്തത്, അത് നമുക്കൊന്ന് ഉരുക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. ഉരുക്കി അഴുക്കെല്ലാം കളയണം. 1 കിലോ പാളയംതോടൻ പഴം, അത് വളരെ മസ്റ്റാണ്. നന്നായി പഴുത്ത പാളയംതോടൻ പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പാളയംതോടൻ പഴം എന്ന് പറഞ്ഞാൽ അറിയാം, പാളയംതോടൻ. അത് ബാക്കി സ്ഥലങ്ങളിലൊക്കെ എന്താ പേര് പറയുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ ചേർക്കുന്ന പഴമാണ്. അത് 1 കിലോ, ഇത് 1/2 കിലോ, ഇതാണ് കണക്ക്. ഇത് കുറച്ച് ഇതിപ്പോൾ ഞാൻ 4 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 ലിറ്റർ എന്ന് പറയാം. അത് രണ്ടാം പാലും ഒന്നാം പാലും കൂടി ചേർത്ത് എടുത്തതാണ്. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും വേണം. ഇനി 1 ബൈ 1 ചെയ്യാം. ദാറ്റ് ഈസ്, ആദ്യം നമ്മൾ ശർക്കര ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കി അരിച്ച് എടുക്കാം. പിന്നെ പഴത്തിൻ്റെ തോട് കളഞ്ഞിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കണം. അപ്പോൾ ഇതെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ശർക്കര 1/2 കിലോ ഇത് ഉരുക്കിയെടുക്കാം. ചീകി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഉരുക്കിയാൽ മതി. ഒരു നൂൽപ്പാവ് അങ്ങനെയൊന്നും വേണ്ട. എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കും, അത്രേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ തന്നെ ചെയ്ത് വയ്ക്കാം. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി വയ്ക്കുക, പിന്നെ തേങ്ങാപ്പാലെല്ലാം ഫ്രിഡ്ജിനകത്ത് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നല്ല തണുത്തിരിക്കും. പഴവും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ആ സമയമാകുമ്പോൾ ഉടച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് തയ്യാറാക്കിയാൽ മതി. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പഴവും പാലും എന്ന് പറയുന്ന ഈ വിഭവം നന്നായിട്ട് തിള വന്നു. ശർക്കര കംപ്ലീറ്റ് ഉരുകിക്കഴിഞ്ഞു. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പതയിൽ അഴുക്ക് വരികയാണെങ്കിൽ അതിങ്ങനെ വെട്ടി മാറ്റിയാൽ മതി. എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ചേക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ ശർക്കര ഉരുക്കിയത് അരിച്ച് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി, തേങ്ങാപ്പാലും റെഡിയാണ്. ഇനി പഴം ഓരോന്നായിട്ട് ഇങ്ങനെ തോട് കളഞ്ഞെടുക്കാം. ഇത് 1 കിലോ ഉണ്ട് കേട്ടോ. നല്ല പഴുത്ത പാളയംതോടൻ പഴം. ഈ പഴം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഏത് ടൈപ്പ് പഴമാണെന്ന്. ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ പല സൈസും കിട്ടും. ഇതിലിപ്പോൾ ഒരു ചെറുതുണ്ട്, ചെറുതും ഇച്ചിരി മീഡിയം ആൻഡ് വലുത്, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആ പഴം, പാളയംതോടൻ എന്ന് പറയുന്ന പഴം. ഇനി പഴത്തിൻ്റെ സൈഡ്സിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് ഓവർ റൈപ്പായിട്ടുള്ള പഴമാകുമ്പോൾ എൻഡൊക്കെ ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാ പഴവും സെറ്റാണ്. ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെകിടിയെടുക്കാം. നന്നായി പഴുത്ത പഴം വേണമെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഞെകിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ പുട്ടുമ്പോഴും പിന്നെ എന്താ പറയുക, അടപ്രഥമൻ കഴിക്കുമ്പോൾ പഴം ഞെകിടി ഇങ്ങനെ കഴിക്കും, അതുപോലെ. ഇനി കളറ് മാറാണ്ടിരിക്കും. ഇത് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ കളറ്, അല്ലെങ്കിൽ പഴമൊക്കെ ഇങ്ങനെ ഉടച്ച് വെച്ചിരുന്നാൽ അത് കറുത്തു പോകും. ഇത് നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം, ചൂടോടെ കഴിക്കാം. പക്ഷേ ഇതിങ്ങനെ ചൂടോടെ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ചെറു ചൂടോടുകൂടി. അതല്ല, നല്ല തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ആക്കാം. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അങ്ങനെയും ആകാം. ഈ റെസിപ്പി ആക്ച്വലി നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ട്രിവാൻഡ്രത്ത് മൂവീസ് ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ബേക്കറി ഉണ്ട്. അവരുടെ ഡോട്ടറിലാണ്, പുള്ളിക്കാരിയാണ് എന്നോടിത് സജസ്റ്റ് ചെയ്തത്. അവരുടെ വീട്ടിൽ, അവരുടെ കുടുംബത്തിൽ മസ്റ്റാണെന്നാണ് പറയുന്നത് റമദാൻ മാസത്തിൽ ഈ ഒരു പാലും പഴവും എന്ന് പറയുന്ന ഈ ഒരു വിഭവം. ഇതൊരു പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതായിരിക്കണമെന്നില്ല. പല സ്ഥലത്തും പല പല വിഭവങ്ങളാണല്ലോ, ചില സ്പെഷ്യൽ വിഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ എല്ലാവർക്കും അത് എത്തും, എല്ലാവരിലേക്കും അത് റീച്ചാകും.
ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെകിരി എടുത്ത് കഴിഞ്ഞു. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ഉടയാനുണ്ട്. നമുക്ക് പൊട്ടറ്റോ മാഷറൊക്കെ വെച്ച് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ, അതും പ്രശ്നമൊന്നുമില്ല. മാഷർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അമർത്തിയാലും മതി. ഇത് നമ്മുടെ ട്രഡീഷണൽ കൈ കൊണ്ടല്ലേ അമ്മമാരൊക്കെ പണ്ട് ഉമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ. ഇനി ഉണ്ടത്തവി വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കും. അപ്പോൾ ആദ്യത്തെ ഉടയ്ക്കൽ കഴിഞ്ഞല്ലോ. ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിരിക്കുന്ന 1/2 കിലോ ശർക്കര വെള്ളം. കാണുമ്പോൾ ഒരു പായസം പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് റോ ആയിട്ട് നമ്മൾ ചെയ്യും. ഇത് കുടിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടും, കടിക്കാനായിട്ട് പഴമൊക്കെ അത്യാവശ്യം കിട്ടും. ഇച്ചിരി കൂടെ വേണമെങ്കിലും നന്നായിട്ട് വേണമെങ്കിലും മാഷ് ചെയ്യാം. എനിക്കിതോടെ ഇതൊരു രസമാണ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത്. ഇനി ഇതിനെ ഒരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുന്ന പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പോൾ 2ാം പാലും 1ാം പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതം. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് 4 ഗ്ലാസ്. ഇതിപ്പോൾ 4 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ 1 ഗ്ലാസ് ഒഴിച്ച് 1 കപ്പ്, അര 1 കപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ഗ്ലാസും കൂടി ഒഴിക്കാം. 1 more ഗ്ലാസ് തേങ്ങാപ്പാൽ. ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനുള്ള പാകം. ഇപ്പോൾ 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. ഇപ്പോൾ 2 കപ്പ് പാലൊഴിച്ചു. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കാൻ പോകും. 3 ഗ്ലാസ് അല്ലെങ്കിൽ 3 കപ്പ് തേങ്ങാപ്പാൽ. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന പാകമായി കഴിഞ്ഞു. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം ഫ്ലേവറിന്. ഇതിനകത്ത് ഇംപ്രൊവൈസേഷൻസ് എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ, അതായത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടാലും നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് പഴത്തിൻ്റെ കൂടെ ആ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ 1 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം ഏലക്ക പൊടിച്ചത്. അപ്പോൾ നല്ല മണം വരും. ഇത് നല്ല തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ ഇനിയും തേങ്ങാപ്പാൽ ഒഴിക്കാം, നമ്മളുടെ ഇഷ്ടത്തിന്. എത്ര ലൂസാക്കണം അത്രത്തോളം ലൂസാക്കും. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി ചെയ്യാമല്ലോ, പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മധുരം ഒന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ല മധുരമുണ്ട്. വേണമെങ്കിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ചേർന്നാലും മധുരം കറക്റ്റായിരിക്കും. ഞാൻ എന്തായാലും തേങ്ങാപ്പാൽ എടുത്ത് വെച്ചല്ലേ, അതുകൊണ്ട് വീണ്ടും ഒരു ഗ്ലാസ്. അപ്പോൾ ടോട്ടൽ ഞാൻ 4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച്. മധുരം ആവശ്യത്തിനുണ്ട്. 1/2 കിലോ ശർക്കരയും 1 കിലോ പഴവും ധാരാളം മതി. ഫൈനലായി കഴിഞ്ഞു. ആഹാ, എക്സലൻറ്റ്, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇത് റമദാൻ മാസം നമ്മളുടെ നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്കാണ് പാലും പഴവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുക ഇതൊരു വിഭവമാക്കിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം. ഇച്ചിരി കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ പാൽ എത്ര ഒഴിക്കുന്നോ അതനുസരിച്ച്, നിങ്ങളുടെ ആവശ്യമനുസരിച്ച് പാലൊഴിക്കും. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു 1/2 കിലോ ശർക്കരയ്ക്ക് 4 കപ്പ് പാൽ വളരെ കറക്റ്റായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ വെറുതെ നമ്മൾ പഴം മാത്രം ആക്കണ്ട, നട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂനട്ട്സ് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ടോപ്പിംഗ് ആയിട്ടിട്ടിട്ട് കുടിക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതും കൂടി കടിക്കാൻ കിട്ടുമല്ലോ, ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ട്സ് ചോപ്ഡ് വെള്ളമായിട്ട് എടുക്കും. ഇത് കുടിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അപ്പോൾ നല്ലതാണ്. ഇത് ഫുൾ ഓഫ് പ്രോട്ടീനാണല്ലോ ഈ നട്ട്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ ആൽമണ്ട്സും എന്ത് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് ധാരാളം. ഇതിപ്പോൾ 2 ഗ്ലാസ് ആയല്ലോ. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു 8 ഗ്ലാസ്സിൽ കൂടുതൽ ആൾക്കാർക്ക്, അതായത് 8 പേർക്കോളം കുടിക്കാൻ പറ്റും ഈ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് എത്ര വേണം, അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്, പറയാതിരിക്കാൻ പറ്റില്ല ഇതിൻ്റെ സ്വാദിനെക്കുറിച്ച്. ഇറ്റ് ഇസ് സോ നൈസ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി മറ്റൊരു മനോഹരമായ
നമ്മുടെ നോമ്പ് തുറ വിഭവമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതേ സമയം നാളെ. ഓക്കെ, അതുവരെ എന്താ പറയുക, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.